ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. വളരെ വളരെ സ്പെഷ്യലാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷില്ലോങ് എന്ന് പറഞ്ഞാൽ മേഘാലയയുടെ ക്യാപിറ്റലും ഈ ഒരുപാടധികം വെള്ളച്ചാട്ടങ്ങളും മലകളും എന്ന് പറഞ്ഞ സ്ഥലം മാത്രമല്ല, വളരെയധികം കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം കൂടിയിട്ടാണ്, അല്ലെങ്കിൽ കൾച്ചറിനെ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. നമ്മുടെ ഇതിന് മുന്നേയുള്ള ഒരു 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായോ? നമ്മുടെ ഷില്ലോങ്ങിലെ തന്നെ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ തന്നെ വൺ ഓഫ് ദ മേജർ എയർഫോഴ്സ് മ്യൂസിയവും ഷില്ലോങ്ങിന് ആ പേര് വന്നതിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടു. അപ്പം കൾച്ചറലി ഈ സ്ഥലവും ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആണ്. അവിടുത്തെ ഒരു മ്യൂസിയമുണ്ട്, ഡോൺ ബോസ്കോ മ്യൂസിയം എന്ന് പറയും. 2003 ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഡോൺ ബോസ്കോ, നമ്മുടെ ക്രിസ്തീയ സഭയുടെ കീഴിലുള്ള ഡോൺ ബോസ്കോ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ മ്യൂസിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോർത്ത് ഈസ്റ്റിൽ അങ്ങോളം ഇങ്ങോളമുള്ള 100-ന് മുകളിലുള്ള ട്രൈബ്സിനെ കുറിച്ചിട്ട് അടുത്തറിയാൻ പറ്റും. നോർത്ത് ഈസ്റ്റ് കൾച്ചറിനെ കുറിച്ച് അറിയാൻ പറ്റും. ഈ 7 സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ, നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ്സിനെ ചേർത്തിട്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്സും നമുക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതിൽ ഓരോ ട്രൈബ്സും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ പഴയ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു, അവർ എങ്ങനെയാണ് മുന്നോട്ട് വന്നത് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഈ ഡോൺ ബോസ്കോ അല്ലെങ്കിൽ ഈ ഒരു സഭ നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ പറയാണ്ടിരിക്കാൻ വയ്യ. ഈ അവരുടെ ട്രൈബ്സിനെ പഠിപ്പിക്കാനായിട്ട്, അവർക്ക് ആഹാരങ്ങൾ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഈ പുതിയൊരു ജനറേഷൻ വരുമ്പോൾ ഈ ചാരിറ്റി, ഈ സഭ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, ഈ വളരെ പിന്നോക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നും ഇവരുടെ ജീവിത രീതികൾ എന്തായിരുന്നു എന്നും ഇവരുടെ ആൻസിസ്റ്റേഴ്സ് എന്തായിരുന്നു എന്നൊക്കെ ഈ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ ട്രൈബ്സിന്, അതല്ല നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾക്ക് ഈ സംസ്കാരത്തെക്കുറിച്ച്, കൾച്ചറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവരുടെ ആയുധങ്ങൾ എന്തായിരുന്നു, ഓരോ ട്രൈബ്സും എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു ഓരോ ട്രൈബും ഓരോ ആൾക്കാരും എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അവരുടെ ആയുധങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ ഈ മൊത്തം മ്യൂസിയം കാണാനായിട്ട് 2 മുതൽ 3 മണിക്കൂർ എടുക്കും. അതായത് പല നിലകളിലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഓരോ നിലയും ഓരോ ഫ്ലോറും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് തന്നെ കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർമ്മിക്കുക, വീഡിയോഗ്രാഫി മിക്ക സ്ഥലങ്ങളിലും റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ സൂക്ഷിക്കുക. ഫോട്ടോസ് അലൗഡാണ്, വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ചെറിയ വിഷ്വൽസ് കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഷില്ലോങ്ങിൽ നിൽക്കുന്നെങ്കിൽ ഷില്ലോങ് സിറ്റി സെൻറ്ററിൽ ഏതാണ്ട് 3 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്തേക്ക് വരിക. മസ്റ്റ് വിസിറ്റാണ്, വർത്ത് വിസിറ്റാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും മുകളിൽ സ്കൈ വാക്ക് ഉണ്ട്. ആ സ്കൈ വാക്കിൽ കയറിയാലോ ഒരു 360 ഡിഗ്രിയിലുള്ള ഷില്ലോങ്ങിൻ്റെ ഒരു മനോഹരമായ ഒരു പനോരമിക് വ്യൂ കിട്ടും. മലകളും ഒക്കെ ചെന്ന് ഒരു സൂപ്പറായിട്ടുള്ള വ്യൂസ്, നിങ്ങൾക്ക് ബൈനോക്കുലർ കൊണ്ട് സൂപ്പറാണ്. നമ്മുടെ ഷില്ലോങ് വ്യൂ പോയിന്റ് പോലെ ഷില്ലോങ് നഗരത്തിൻ്റെ ഒരു അതിമനോഹരമായ ഒരു വ്യൂ ആണ്. ചെറിയൊരു എൻട്രി ഫീസ് വന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് സ്കൂൾ കുട്ടികളും മറ്റും വരുന്നുണ്ടായിരുന്നു ദൂരങ്ങളിൽ നിന്നൊക്കെ. കാര്യം എന്താ പറയുക, അവരുടെ കൾച്ചറിനെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ലൈഫിനെ കുറിച്ച് ഒക്കെ അറിയാൻ പറ്റും. ഇത് മേഘാലയ മാത്രമല്ല, ഇവിടെ മണിപ്പൂരും നാഗാലാൻഡും ഒക്കെ ഉള്ള 7 സിസ്റ്റേഴ്സിലെ, അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൻ്റെ കൾച്ചറിനെ കുറിച്ചുള്ളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ വർത്തായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഷില്ലോങ്ങിൽ പോകുന്നെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സ്പോയിലർ തരാൻ പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ വളരെ ചെറുതാക്കി ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ സത്യത്തിൽ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതുക. പക്ഷേ എന്തിന് പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കാണുക. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ സഭകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൊണ്ടുവരുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സഭ ഇപ്പോൾ നമ്മളെ കേരളം മുതൽ അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഇപ്പോഴും അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഫേസിലാണ്. സോ ആ ഒരു ഏർലി ഡേയ്സിലെ സ്ട്രഗിളിൽ സഭ എന്തൊക്കെ ചെയ്തു, അവരുടെ നന്മകൾ, ഈ ഒരുപാട് അസുഖങ്ങളോടും ട്രൈബ്സിനോടും അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റുള്ള ലാംഗ്വേജസിനോടും ഒരു കണക്ടിവിറ്റി ഇഷ്യൂസിനൊക്കെ ഫേസ് ചെയ്ത് ഓരോ മിഷനറീസ്, ഓരോ നല്ല മനുഷ്യർ ഈ സാധാരണക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ഈ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഐഡിയ എങ്കിലും കിട്ടും അറ്റ്ലീസ്റ്റ്. സോ അവരുടെ നല്ല പ്രവൃത്തികളെ പൊതുജനങ്ങളുടെ ഫ്രണ്ടിലേക്ക്, എല്ലാവരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക ചെറിയൊരു പർപ്പസ് മാത്രമാണ് ഈ വീഡിയോ. അല്ലെങ്കിൽ ഞങ്ങൾ സത്യത്തിൽ വീഡിയോ പോസ്റ്റ് പോലും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഷില്ലോങ്ങിൽ പോകുന്നെങ്കിൽ നിങ്ങൾ മ്യൂസിയത്തിൽ പോവുക, അവിടെ കൾച്ചറിനെ മനസ്സിലാക്കുക, സഭ എന്തൊക്കെ ചെയ്തു, മതം മാത്രമല്ലല്ലോ അവരുടെ നന്മകൾ അതെന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുക, ചെറിയൊരു അപ്രീസിയേഷൻ, ചെറിയൊരു പ്രാർത്ഥന ആ നല്ല ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സ്പ്രെഡിങ് എ ഗുഡ് വേർഡ്, അല്ലെങ്കിൽ സ്പ്രെഡിങ് ദ പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ വീഡിയോ ഞങ്ങളുടെ പർപ്പസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തീരുന്നു. അപ്പം എന്താ പറയുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഞങ്ങളുടെ ബാക്കിയുള്ള ട്രാവൽ വീഡിയോസ്
മേഘാലയ ഡയറീസിലൊക്കെ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ അത് ഞങ്ങളെപ്പോലെ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിന് ഒരു ചെറിയൊരു ഫാമിലിക്ക് വലിയ സപ്പോർട്ടായിരിക്കും അല്ലേ. അപ്പോൾ ബൈ. ലവ് യു ഓൾ ഗൈസ്.